നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ഒക്ടോബർ 5 അതായത് കൊല്ലവർഷം 1200 കന്നിമാസം 19 ശുക്ലപക്ഷ തൃതീയയും ചോതി നക്ഷത്രവും വരുന്ന ശനിയാഴ്ച ദിവസം ഉദയം 6:15 AM അസ്തമനം 6:09 PM രാഹുകാലം 9:15 മുതൽ 10:45 വരെയും ഗുളികകാലം 6:16 AM മുതൽ 7:45 AM വരെയും യമകണ്ഠകാലമാകട്ടെ 1:42 PM മുതൽ 3:11 PM വരെയും അഭിജിത്ത് മുഹൂർത്തം 11:49 AM മുതൽ 12:37 PM വരെ. ഇതിനിടയിൽ 12:11 മുതൽ 12:15 വരെയുള്ള സമയം അല്പം അഭിജിത്ത് മുഹൂർത്തം മാറി നിൽക്കുന്നുണ്ട്. യമകണ്ഠകാലവും ഗുളികകാലവും രാഹുകാലവും കാലവും ശുഭകാര്യങ്ങൾക്കൊക്കെ വർജിക്കേണ്ടതാകുന്നു. രാഹുകാലത്ത് ഗുളികകാലത്ത് യമകണ്ഠകാലത്തൊക്കെ നമ്മൾ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങുകയോ എഗ്രിമെൻ്റൊക്കെ വയ്ക്കുകയോ ചെയ്യാറില്ല. ദൂരയാത്ര പോകുന്നതൊക്കെ നമ്മൾ ആ സമയം വർജിക്കണം. എന്നാൽ അഭിജിത്ത് മുഹൂർത്തം എല്ലാ മംഗളകാര്യങ്ങൾക്കും അനുയോജ്യമായ സമയമാണ്. ഇനി നമുക്ക് കന്നിമാസത്തിലെ ശുക്ലപക്ഷ തൃതീയ എന്ന് പറയുന്നത് നവരാത്രിയുടെ 3-ാം ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രഥമയിൽ ശൈലപുത്രിയെയും ദ്വിതീയയിൽ ബ്രഹ്മചാരിണി ദേവിയെയും നവദുർഗയുടെ ശൈലപുത്രി ഭാവത്തെയും ബ്രഹ്മചാരിണി ഭാവത്തെയും കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചന്ദ്രകണ്ഠേതി, അതായത് പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠേതി തൃതീയം ചന്ദ്രഖണ്ഡയാണ്. ആ ചന്ദ്രഖണ്ഡ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അമ്മ 10 കൈകളിൽ ആയുധമായിട്ട് നല്ല പ്രസന്നമായി നിൽക്കുന്ന അമ്മയുടെ തിരുനെറ്റിയിൽ മണിയുടെ ഒരു ആകൃതി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ അമ്മയെ കാണുമ്പോൾ തന്നെ ആ മണിനാഥം പോലത്തെ ഒരു ശബ്ദം, ഭയങ്കര അതീവ ശക്തശാലിയായ അമ്മ 10 കൈകളിലും ആയുധമേക്ക് എപ്പോഴും യുദ്ധം ചെയ്യാൻ സന്നദ്ധമായി നിൽക്കുന്ന ആ അമ്മയുടെ ആ വർണ്ണന, അമ്മയെ ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ശനിയാഴ്ചയാണ്. നമ്മൾ ശനിയാഴ്ച കറുപ്പ് വസ്ത്രമൊക്കെ ധരിക്കുക, അല്ലെങ്കിൽ കരിനീലം വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ശനീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ദിവസം തുടങ്ങുന്നതെങ്കിലും നവരാത്രിക്ക് മാത്രമുള്ള പ്രാധാന്യം നവദുർഗാദേവിയെ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരവസരമാണ്. ആ അമ്മയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതിനായി അമ്മയുടെ ചന്ദ്രഖണ്ഡ എന്ന ഭാവത്തെ നമുക്കൊന്ന് മനസ്സിൽ, ആ അമ്മയുടെ രൂപത്തെ ഒന്ന് നമുക്ക് ധ്യാനിച്ച് നോക്കാം. കാളികാം തു കാലാതീതാം കല്യാണ ഹൃദയം ശിവാം കല്യാണ ജനനീ നിത്യം കല്യാണി പ്രണമാമ്യഹം. കാളികാം തു കാലാതീതാം കല്യാണ ഹൃദയം ശിവാം കല്യാണ ജനനീ നിത്യം കല്യാണി പ്രണമാമ്യഹം. തെറ്റൊന്നും വരാതെ, കാരണം സംസ്കൃതമാണ്, ഒരു വാക്ക് പോലും തെറ്റി ചൊല്ലാതെ വളരെ വ്യക്തതയോടെ സ്ഫുടതയോടെ വേണം ദേവീമാഹാത്മ്യം ചൊല്ലുവാൻ. അതുപോലെ തന്നെ നവദുർഗയുടെ ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിരുത്തി വേണം ചൊല്ലുവാൻ. നമുക്ക് നോക്കി നല്ല കൃത്യതയോടുകൂടി കാളികാം തു കാലാതീതാം കല്യാണ ഹൃദയം ശിവാം കല്യാണ ജനനീ നിത്യം കല്യാണി പ്രണമാമ്യഹം. എപ്പോഴും ഇങ്ങനെ യുദ്ധസന്നദ്ധ, എന്തിനും തയ്യാറെടുത്ത് നിൽക്കുന്ന അമ്മയെ കല്യാണി എന്നാണ് വിളിക്കുന്നത്. കല്യാണി എന്ന് വിളിച്ചുകൊണ്ട് അമ്മയുടെ 10 കൈകളിലും ആയുധമുണ്ട്. എപ്പോഴും ആര് വിളിച്ചാലും നമ്മളെ സഹായത്തിനെത്തുന്ന ആ ചന്ദ്രഖണ്ഡ ഭാവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്നവർ ഈ ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് തന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ 3 പേരുടെയും കൂടി ചേർന്ന ആ ശക്തിയെ ഓം ത്രിശക്തിയൈ നമ, ഓം ത്രിശക്തിയൈ നമ എന്ന് മണിപൂരക ചക്രത്തിൽ ഇരുന്നു കൊണ്ട് അരയാലിൻ്റെ ചുവട്ടിലോ
അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള തുളസിത്തറയുടെ സമീപത്തൊക്കെ ഇരുന്നുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് 3 നേരങ്ങളിൽ കഴിയുമെങ്കിൽ 108 പ്രാവശ്യം ഓം ത്രിശക്തിയെ നമ, ഓം ത്രിശക്തിയെ നമ, ഓം ത്രിശക്തിയെ നമ എന്ന് ജപിക്കുമ്പോൾ അമ്മയെ ഉപാസിക്കുകയും അതിലൂടെ അമ്മയുടെ അനുഗ്രഹം കിട്ടുകയും വരപ്രാപ്തി ലഭിക്കുകയും ചെയ്യും. സാധിക്കുന്നവരെല്ലാം അമ്മയെ ഉപാസിക്കൂ. നമ്മൾ ദേവിമഹാത്മ്യത്തിൽ പറഞ്ഞതുപോലെ, ദേവിമഹാത്മ്യം വായിക്കുന്നത് പോലെ തന്നെ നവദുർഗയെ പ്രാർത്ഥിക്കുന്നതും അമ്മയെ ഉപാസിക്കുന്നതും ശാക്തേയരുടെ ശക്തി വർദ്ധിപ്പിക്കും. അപ്പം നമുക്ക് ദശമഹാവിദ്യ പ്രകാരം 1-ാം ദിവസം ഓം ഹ്രീം നമയും, 2-ാം ദിവസം ഓം വേദാത്മികായ നമയെന്നും, 3-ാം ദിവസം ഓം ത്രിശക്തിയെ നമയെന്നും നമ്മൾ ജപിക്കുന്നു. ഇനി നമുക്കറിയാം ഈ പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നത് നമ്മൾക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും കഷ്ടതകളുണ്ടെങ്കിൽ ആ കഷ്ടതകളെല്ലാം മാറി സ്വസ്ഥവും സമാധാനപരമായ ഒരു കുടുംബജീവിതം ഉണ്ടാവണം. ഓരോ കുടുംബവും നന്നാവുമ്പോൾ ഓരോ സമൂഹം നന്നാവും, സമൂഹം നന്നാകുമ്പോൾ രാഷ്ട്രം നന്നാവും, രാഷ്ട്രം നന്നാവുമ്പോൾ നമ്മളുടെ ലോകവും നന്നാവും. അപ്പം എല്ലാ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള വാക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മളുടെ ഓരോ ദിവസവും അർത്ഥപൂർണമാക്കാൻ 27 നക്ഷത്രക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഈ ദിവസം നമ്മളുടെ ദിവസം ഏറ്റവും അർത്ഥപൂർണമാക്കാൻ നമുക്ക് 5/10/2024 കന്നി ശുക്ലപക്ഷത്തിലെ തൃതീയ നാളിൽ ചന്ദ്രകണ്ഠ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റെന്തെല്ലാം പ്രാർത്ഥനകൾ കൂടി ചെയ്യാം. ചോദ്യ നക്ഷത്രമാണ്. ചോദ്യ നക്ഷത്രമാകുമ്പോൾ രാഹുവിന് പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമുക്കറിയാം ശനിയാഴ്ചയുണ്ട്, ശനീശനെ പ്രാർത്ഥിക്കാം. കരിനീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ ഒക്കെ ധരിക്കുന്നത് നല്ലതാണ്. എള്ള് ദാനം ചെയ്യുന്നത് നല്ലതാണ്. ധർമ്മശാസ്താവിന് ദീപം തെളിക്കുന്നതൊക്കെ നല്ലതാണ്. ഇതൊക്കെ വെറുതെ ചെയ്യുകയല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷം, എന്തെങ്കിലും കഷ്ടത വരാനായിട്ട് സാധ്യതകളുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായി തന്നെ രാശിഫലത്തിലേക്കൊന്ന് നടക്കാം. 27 നക്ഷത്രക്കാരുടെയും 12 കൂറുകാരുടെയും, അതായത് 27 നക്ഷത്രക്കാരെ 12 കൂറുകളായി തിരിച്ചതിൽ ഓരോ കൂറുകാർക്കും അല്ലെങ്കിൽ ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം രാശിചക്രത്തിലേക്ക് കടക്കാം. സൂര്യൻ കന്നി രാശിയിൽ നിൽക്കുന്നു, ചന്ദ്രൻ തുലാരാശിയിൽ നിൽക്കുന്നു, ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു, ബുധൻ കന്നി രാശിയിൽ തന്നെ നിൽക്കുന്നു, ഗുരുവായിട്ട് ഇടവൻ രാശിയിൽ നിൽക്കുന്നു, ശുക്രന്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ നിൽക്കുന്നു, മന്ദൻ കുംഭൻ രാശിയിൽ തന്നെ സ്വക്ഷേത്രത്തിൽ തന്നെ ബലവാനായി നിൽക്കുന്നു, രാഹു മീനത്തിൽ നിൽക്കുന്നു, കേതു കന്നി രാശിയിലും നിൽക്കുന്നു. അപ്പം നമുക്ക് ഈ ഇത് വെച്ച് ഗുളികോദയമാവട്ടെ വൃശ്ചിക രാശി, ഗുളികോദയം കന്നിയിൽ തന്നെയാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ ഫലങ്ങളാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ഈ ദിവസം എങ്ങനെയായിരിക്കും. അശ്വതി ഭരണ കാർത്തിക ആദ്യപാദം വരുന്ന 2 നക്ഷത്രക്കാർക്ക് അവരുടെ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയോ അമ്മ ഭഗവതിയും 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ളൊരു അവസ്ഥ വന്നു ചേരും. കാരണം ഇവർക്ക് അപ്രതീക്ഷിതമായി ചില സ്ഥാനഭ്രംശങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വളരെ നല്ല രീതിയിൽ ഒരു സ്ഥലത്തിരുന്ന് നല്ല ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കുടുംബമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയി ഒരുവിധം ഒന്ന് സെറ്റായി വന്ന സമയത്താണ് കുടുംബനാഥനോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്, അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരു സ്ഥലം മാറ്റം, അത് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് ഒരു സ്ഥലം മാറ്റത്തിൻ്റെ ഓർഡർ വരികയാണെങ്കിൽ അത് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നൊക്കെ അറിയുമ്പോൾ ഒരു പരിഭ്രാന്തി വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓഫീസിൽ നിന്ന് അറിഞ്ഞേ ഉള്ളൂ, ഓർഡറൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും മനസ്സിന് ഒരു നോട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ അറിയിപ്പ് വരുമ്പോഴേക്കും മനസ്സിനൊരു വല്ലാത്ത വിഷമം വരും. നമുക്ക് ആശ്രയിക്കാൻ നമ്മളുടെ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെയും അമ്മയെയും വിളിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ
കുട്ടികൾക്ക് ഉദരവേദന, ഭക്ഷണം ദഹിക്കായ ഭക്ഷണ സംബന്ധമായി എന്തെങ്കിലും ചെറിയ വേദന, കുട്ടികൾക്കെന്നല്ല പ്രായമായവർക്കും ഭക്ഷണത്തിൽ എന്തെങ്കിലും മായം കലർന്നതുപോലെ ഭക്ഷണ സാധനങ്ങൾ ദഹിക്കാതെ വരുന്ന എന്തെങ്കിലും ഒരു അവസരങ്ങൾ ഉണ്ടാവാം. പൊതുവെ നല്ല ഒരു സമയമാണെങ്കിൽ പോലും ഇങ്ങനെ ചെറിയ ചെറിയ, അതായത് ഈ നവരാത്രി കാലമായതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാവർക്കും പിടിക്കുന്ന പച്ചക്കറി ഭക്ഷണമല്ലല്ലോ. അപ്പം മറ്റു ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഭക്ഷണം ചിലപ്പോൾ സ്വാദില്ലാത്തത് കൊണ്ട് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്കും ഒരു അപ്രിയം, ഒരു അരുചി വരികയും ചിലപ്പോൾ ശരീരത്തിന് ചില അസ്വാസ്ഥ്യങ്ങൾ വരുന്നതായും തോന്നാം. അപ്പം അതിന് മനസ്സറിഞ്ഞ് നമ്മൾ അന്നപൂർണേശ്വരിയോട് ഏത് തരത്തിലുള്ള ഭക്ഷണവും നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിനനുസരിച്ച് ഏറ്റവും ഐശ്വര്യമുള്ള അന്നപൂർണേശ്വരിയുടെ പൂർണ്ണകുംഭത്തിൽ എപ്പോഴും എല്ലാവർക്കും വേണ്ട ഭക്ഷണമുണ്ട്. അപ്പം മനസ്സിനിണങ്ങുന്ന ഭക്ഷണം കിട്ടുവാനായി അമ്മയോട് പ്രാർത്ഥിക്കുക. അവ എന്തെങ്കിലും വയറിന് അസ്വാസ്ഥ്യമൊക്കെ ഉണ്ടെങ്കിൽ നമശിവായ ജപിച്ചുകൊണ്ട് അല്പം ഭസ്മമോ അല്ലെങ്കിൽ അല്പം ഉപ്പിട്ട് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ ഒക്കെ കുടിച്ചാൽ ആ വയറിൻ്റെ അസ്വാസ്ഥ്യമൊക്കെ മാറിക്കിട്ടും. അതോടൊപ്പം പരമശിവനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, ഉദര രോഗങ്ങളോ വയറിന് ഒരു സ്തംഭനമോ ഒക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നാൽ പോലും എന്തെങ്കിലും അനുകൂലമായ പുതിയ അവരവൻ്റെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ എന്തെങ്കിലും ഒരു തക്കാളി ആയിക്കോട്ടെ, ഒരു വെണ്ടയ്ക്ക ആയിക്കോട്ടെ, അല്ലെങ്കിൽ പയറായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ ഈ ടെറസിൽ തന്നെയൊക്കെ ആണെങ്കിൽ പോലും ഉണ്ടാക്കിയ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗത്തിന് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ കിട്ടുക എന്നുള്ളതൊരു വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരു അധികം പേർക്കും കൃഷി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കളുടെ കുറച്ച് നാടൻ പയറാണ് കേട്ടോ, അതാ വേണമെങ്കിൽ തരാട്ടോ, അല്ലെങ്കിൽ കുറച്ച് ചീരയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് തഴുതാമയുടെ ഇലയുണ്ട്, എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് പോകാനുള്ള ഒരു സാഹചര്യം വരെ ഞങ്ങൾ ഇന്ന് കുറച്ച് തൃപ്രയാർ വരെ ഒന്ന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നാലത്തൂർ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, വണ്ടിയിലൊരു സീറ്റുണ്ട്, വരുന്നുണ്ടെങ്കിൽ പോരും. അപ്പം അങ്ങനെയുള്ള ക്ഷണങ്ങൾ, എവിടേക്കെങ്കിലും യാത്ര പോകുവാനുള്ള ഒരു ക്ഷണം കിട്ടുകയും അതിൽ നമുക്കും കൂടി സന്തോഷത്തോടുകൂടി പോയി ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള സാഹചര്യം അനുകൂലമായി വരും. ശനിയാഴ്ച ആയതുകൊണ്ട് തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്താക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ തൊഴാനോ ഒക്കെയുള്ള ശ്രീരാമസ്വാമിയെ തൊഴാനോ ദേവീക്ഷേത്രത്തിലോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നവരാത്രിയല്ലേ എവിടെയെങ്കിലും ഒന്ന് പോയി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവിടെ പോയി യഥാവിധി പ്രാർത്ഥിക്കുകയും ശക്തിക്കൊത്ത വഴിപാടൊക്കെ കഴിച്ച് മനസ്സ് നിറഞ്ഞു വരുവാനുള്ള ഒരു സാഹചര്യം മേടൻ രാശിക്കാർക്ക് വന്നു ചേരാം. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ചയുണ്ട്, കരിനീല വസ്ത്രമോ കറുപ്പ് വസ്ത്രമോ ധരിക്കാം, അല്ലെങ്കിൽ ഗ്രേ കളറുള്ള വസ്ത്രം. കാരണം ചന്ദ്രകണ്ഠ അമ്മയ്ക്ക് ഈ ദിവസം നമ്മൾ ചാരനിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ത്രിശക്തിയെ നമ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ആ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണമെങ്കിലും നല്ല ദിവസം നടത്താം. എന്തെങ്കിലുമൊക്കെ ഒരു 10 പ്രാവശ്യമെങ്കിൽ 10 പ്രാവശ്യം, 8 പ്രാവശ്യം 3 നേരം ജപിക്കാൻ പറ്റുമെങ്കിൽ അത്രയും അമ്മയുടെ ധ്യാന ശ്ലോകം ചൊല്ലി അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മേടൻ രാശിക്കാർ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഫലം വന്നു ചേരുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ രാശിയായ ഇടവൻ രാശി, കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സഹോദര സ്ഥാനീയരിൽ നിന്നും എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദരൻ പറയുകയാണ്, എന്തെങ്കിലും ഇന്നത്തേക്ക് ഈ നവരാത്രി കാലത്ത് നമ്മളുടെ വീട്ടിലേക്ക് വന്ന് നമുക്ക് എല്ലാവർക്കും കൂടി നവരാത്രി ഇവിടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് ഒരു ക്ഷണം, അതിൻ്റെ മുന്നൊരുക്കമായിട്ട് നാളെ നമുക്ക്, അല്ലെങ്കിൽ ഞായറാഴ്ചയല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി
അവിടെ കൂടാമെന്ന് പറയുകയും കുടുംബയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഒരു ആലോചന നടത്താനുള്ള സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയിലോ ഒക്കെ അംഗങ്ങളായിരിക്കുന്നവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യം കിട്ടുന്നതാണ്. ഏത് കമ്മിറ്റിയിൽ ഏത് യോഗങ്ങളിലും അവനവൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഇടവൻ രാശിക്കാർക്ക് വന്നു ചേരും. ആരുടെയും അപ്രീതി ഇല്ലാതെ തന്നെ ഒരു കാര്യം അവതരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. മാത്രവുമല്ല, ക്ഷേത്ര ദർശനത്തോടൊപ്പം തന്നെ ഈ ഒരു കുട്ടികളുടെ ഇഷ്ടപ്രകാരം അവർക്ക് ആവശ്യമുള്ളത്ര വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചു കൊടുക്കുവാനുള്ള പണം എവിടുന്നെങ്കിലും ലഭിക്കുവാനുള്ള സാധ്യതയും വന്നു ചേരുന്നു. കാർഷിക രംഗത്തുള്ളവർക്കാണെങ്കിലും കൃഷിയിലൊക്കെ എന്തെങ്കിലും ലാഭം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഷെയർ മാർക്കറ്റിലുള്ളവർക്കാണെങ്കിലും ശരി, കുറച്ച് മെച്ചം എന്തെങ്കിലും, കാരണം രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുന്നു. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും സ്വല്പം മേന്മകൾ വന്നു ചേരുന്ന ഈ സമയം ചന്ദ്രകണ്ഠാദേവിയെ കൂടി പ്രാർത്ഥിച്ച് 10ലെ ശനിയുടെ കർമ്മ തടസ്സമൊക്കെ മാറ്റി വിജയത്തിലെത്തുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മഹാലക്ഷ്മിയെ, രാശിനാഥയായ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുക. കണ്ടകശനിയുടെ കഷ്ടതകളെല്ലാം അനുഭവിക്കാതിരിക്കുന്നതിന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, നെയ്വിളക്ക് തെളിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. ഇനി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3 പാദങ്ങളും ചേരുന്ന 2 നക്ഷത്രം വരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സർക്കാർ സർവീസിൽ ജോലിയിലുണ്ടായിരുന്നവർക്ക് എന്തെങ്കിലും അവരുടെ ഒരല്പം പിഴവ് മൂലം ഈ അവതരിപ്പിച്ച എന്തെങ്കിലും അല്ലെങ്കിൽ സമർപ്പിച്ച എന്തെങ്കിലും വാർത്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകളിൽ മിസ്റ്റേക്ക് വന്നിട്ട് വല്ല മെമ്മോയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനായിട്ട് മേലുദ്യോഗസ്ഥനിൽ നിന്നും വല്ല ഫോണൊക്കെ വരികയോ എന്തെങ്കിലും മനസ്സിന് വേദന വരുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. അത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവരുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരവും പ്രോത്സാഹനവും കിട്ടുന്നതിന് പകരമായിട്ട് അപ്രീതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രാശിനാഥനായ ബുധനെ, ശ്രീരാമസ്വാമിയെ, ശ്രീകൃഷ്ണസ്വാമിയെ, നരസിംഹസ്വാമിയെ, ഏതെങ്കിലും ഒരു ദേവതയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ചന്ദ്രകണ്ഠാദേവിയുടെ അത്രിശക്തി ഭാവത്തെ, ആ 10 കൈകളിലും ആ ആയുധം ഏന്തിയിരിക്കുന്ന നെറ്റിയിൽ മണിയുടെ രൂപമൊക്കെയുള്ള മണിനാഥമുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദമുള്ള അമ്മയെ, ഓം ത്രിശക്തിയെ നമയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വന്നിരിക്കുന്ന എൻക്വയറിക്ക് വളരെ നല്ല രീതിയിൽ ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ മറ്റ് ദോഷങ്ങളൊന്നും സംഭവിക്കാതെ നമുക്ക് അവർ മറുപടി കൊടുക്കാനും മെമ്മോയ്ക്ക് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുകയും അത് വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കുവാനും സാധിക്കും. പിന്നെ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായാൽ പോലും പൊതുവെ നല്ല ദിവസമാണെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ വൈദ്യന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് രോഗികളുടെ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മരുന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ച രീതിയിലുള്ള ഗുണം കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പരാമർശങ്ങൾ ഒന്ന് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കർമ്മ മേഖലയിൽ ഒരു ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ തന്നെയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നതെന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും. എല്ലാവരും അതിന് ശ്രദ്ധിക്കുക. രാശിയിൽ നിൽക്കുന്ന ചൊവ്വ എന്തെങ്കിലും വികടത്തരം, കാരണം ശത്രുപക്ഷത്താണ് ചൊവ്വ നിൽക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമസ്വാമിയും പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ എല്ലാ ദേവതകളുടെയും പേര് പറയുന്നത് ഏതെങ്കിലും ഒന്ന്, എല്ലാവർക്കും എല്ലാ ദേവതകളുമല്ല, അവനവന് വിശ്വസിക്കുന്ന അവരവന് എപ്പോഴും പ്രാർത്ഥിക്കുക
പ്രാർത്ഥിക്കുന്ന ആ ദേവത, ഞാൻ പ്രാർത്ഥിക്കുന്ന ദേവതയെ തന്നെ എൻ്റെ കൂടപ്പറപ്പുകൾ പോലും പ്രാർത്ഥിക്കണമെന്നില്ല, എൻ്റെ മക്കൾ പോലും അതാവണമെന്നില്ല. അതുകൊണ്ടാണ് ദേവതകളുടെ പേരുകൾ ഇങ്ങനെ കൂടുതൽ എണ്ണം പറയുന്നത്. പക്ഷെ ഇതൊക്കെ രാശിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇഷ്ടമുള്ള ദേവതയെ പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥനകളിലൂടെ പ്രശ്ന പരിഹരണത്തിന് ശ്രമിക്കുന്നതും അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യുക. ചന്ദ്രഘണ്ഠാദേവിയെ പ്രാർത്ഥിച്ച് എല്ലാം മംഗളമാക്കി തീർക്കുവാൻ ഈ നവരാത്രിയിലെ 3-ാം ദിവസമായ ഇന്ന് അതിനുള്ളൊരവസരം അമ്മ തന്നു എന്ന് മാത്രം വിശ്വസിക്കുക. ഇനി കർക്കിടകക്കൂറ് എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. 4-ാമിടത്ത് ചന്ദ്രനും ശുക്രനും കൂടി നിൽക്കുന്നു. 3-ലാണെങ്കിൽ സൂര്യനും പിന്നെ കേതുവും ബുധനും നിൽക്കുന്നു. അതുപോലെ തന്നെ 2-ാമിടത്താണെങ്കിൽ 2-ാം ഭാവത്തിൽ മറ്റ് ഗ്രഹങ്ങളൊന്നുമില്ല. 2-ാം ഭാവാധിപൻ 3-ൽ നിൽക്കുന്നുണ്ട്. അത്ര സാമ്പത്തിക പ്രതിസന്ധികളൊന്നുമില്ല. 11-ാം ഭാവത്തിൽ സർവാഭീഷ്ടങ്ങൾ സാധിച്ചു തരാൻ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ആ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഫലം കിട്ടുന്ന ദിവസമായതുകൊണ്ട് ഏതെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ആഭരണങ്ങൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്നദാനം നടത്തുന്നതിനോ, കാരണം കുട്ടികളുടെ പേരിലൊക്കെ എന്തെങ്കിലും ഒരു പുതിയ ഇനിയിപ്പം നമ്മൾ ശനിയാഴ്ചയാണ്, എല്ലാ ശനിയാഴ്ചയും ശാസ്താവിന് എന്തെങ്കിലും ഒരു വഴിപാട് നമുക്കങ്ങ് നിശ്ചയിക്കാം. കാരണം എല്ലാവർക്കും കണ്ടകശനിയും അഷ്ടമശനിയും ഒക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ ശനിയാഴ്ചയും ഉപവാസമെടുക്കാം, അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഒരു എള്ള് പായസം വയ്ക്കാം, അല്ലെങ്കിൽ ഒരു എള്ള് നിവേദ്യം കഴിക്കാം, അല്ലെങ്കിൽ എള്ള് തലയ്ക്കൊഴിഞ്ഞൊഴുക്കി കളയാം. ഒരു ബീച്ചിലൊക്കെ പോയിട്ട് ഇത്തിരി എള്ളൊക്കെ തലയ്ക്കൊഴിഞ്ഞ് കളയാം, സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ, കാരണം കടലുകൾ എപ്പോഴും ശാന്തമാണ്. എന്ത് പ്രതിസന്ധികളെയും ഇതാക്കി കടൽക്കാറ്റ് കൊണ്ട് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാം നെഗറ്റീവ് മാറുന്നതാണ്. അപ്പം അതിനുള്ള ഒരു അവസരം സന്ധ്യാസമയത്ത് അസ്തമനമൊക്കെ കണ്ടുകൊണ്ട് കടൽ വെള്ളത്തിൽ ഒക്കെ ഒന്ന് ഇറങ്ങി കൈയും കാലും ഒക്കെ നനച്ച് ശുദ്ധി ചെയ്യുമ്പോൾ മനസ്സും ശരീരവും ശുദ്ധമാകുന്നതോടൊപ്പം തന്നെ ഓം ത്രിശക്തിയെ നമ, ഓം ത്രിശക്തിയെ നമ എന്ന് ചന്ദ്രഘണ്ഠ മാതാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ നാമം കൂടി ചെല്ലുമ്പോൾ പൂർണ്ണ ഫലം വന്നു ചേരും. എന്തൊക്കെയോ കഷ്ടതകൾ വരാനിരുന്നത് ഉരുകി ഒലിച്ച് അതൊക്കെ അങ്ങ് മാഞ്ഞു പോകുന്നതായി നമുക്ക് വരാം. കാരണം അഷ്ടമശനിയെല്ലാം ശനിയെ പ്രാർത്ഥിക്കുന്നവരോട് ഇത്തിരി എള്ളൊന്നൊക്കെ തലയ്ക്കൊഴിഞ്ഞ് വെള്ളത്തിൽ ബീച്ചിലൊക്കെ കടലിലേക്ക് വെള്ളത്തിലേക്കൊക്കെ ഒഴുക്കി കളയുമ്പോൾ മത്സ്യങ്ങൾക്ക് അല്പം ഗോതമ്പ് മാവോ അല്ലെങ്കിൽ അരിമണിയോ ഇട്ട് കൊടുക്കുമ്പോൾ ഓം ശ്രീ നമ, ഓം ശ്രീ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ സാമ്പത്തികം വരികയും അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാവുകയും ചെയ്യും. അപ്പം തീർച്ചയായിട്ടും ചന്ദ്രഘണ്ഠാമായെ കൂടെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അടുത്തതായി ചിങ്ങൻ രാശി. ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിയുടെ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥനായ സൂര്യൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. 2-ലെ ബുധൻ വാക്സാമർഥ്യം കൊണ്ട് പ്രസംഗ മത്സരങ്ങളിൽ, അതുപോലെ തന്നെ കവിതകൾ രചിക്കുന്നതിന്, നാമപുസ്തകങ്ങളൊക്കെ എഴുതി അതൊക്കെ ഒരു പുതിയ തിരക്കഥകൾ എഴുതാൻ, ചെറിയ ചെറിയ കഥാസമാഹാരങ്ങളൊക്കെ എഴുതാനൊക്കെയുള്ള ഒരു കഥാതന്തു കിട്ടുകയും അതിനെ ഇങ്ങനെ ഭാവനയിൽ കണ്ട് അതിനെ ഇങ്ങനെ ഭാവനാരൂപത്തിൽ എഴുതി ഫലിപ്പിക്കാനൊക്കെ സാധിക്കും. അത് എന്തെങ്കിലും ഒന്നിനെ ഒരാശയം കിട്ടിയാൽ ആ ആശയത്തെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ളൊരു കഴിവൊക്കെ ഇവർക്ക് പ്രത്യേകം വന്നു ചേരുന്നതാണ്. അല്പം വാഗ്ദോഷങ്ങളൊക്കെ വരാം, അപഖ്യാതിയൊക്കെ കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊന്നും കാര്യമാക്കിയെടുക്കാതെ നന്മകൾ വരും എന്നുള്ള വിശ്വാസത്തിൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ട്. 10-ൽ നിൽക്കുന്ന വ്യാഴം എന്തെങ്കിലുമൊക്കെ കർമ്മഫലം തരും, ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഫലം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ചന്ദ്രഘണ്ഠാമായയുടെ ആ ഓം ത്രിശക്തിയെ നമ എന്ന് പ്രാർത്ഥിച്ച് ദുർഗാദേവിയുടെ അനുഗ്രഹം നേടുന്നതും ഓം ദുർഗായെ നമ എന്ന് പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. ഇനി നമുക്ക് 5-ാമത്തെ രാശിയായ കന്നി രാശി. കന്നി രാശി എന്ന് പറയുന്നത്
ആറാമത്തെ രാശിയായ കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാന 3 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് എവിടെയെങ്കിലും ഭാര്യ കുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റ് മക്കളുടെയൊക്കെ ഇണയ്ക്കോ തുണയ്ക്കോ ഒക്കെ ഉയർന്ന, അതായത് ഇണയും തുണയുമായി വന്നിട്ടുള്ള അല്ലെങ്കിൽ മാർഗനിർദ്ദേശം നൽകിയിരുന്ന ഗുരുസ്ഥാനീയരായിരുന്ന ആർക്കെങ്കിലും പെട്ടെന്ന് ഹൃദയാഘാതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ വന്ന് ആശുപത്രിവാസത്തിനൊക്കെയുള്ള യോഗമുണ്ട്. പെട്ടെന്ന് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയോ അഘോര മന്ത്രം ജപിക്കുകയോ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ധന്വന്തരി മന്ത്രമൊക്കെ ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ആ അസുഖം പെട്ടെന്ന് എത്ര ശരിയായിട്ട് വളരെ അതീവ ഗുരുതരമായിരിക്കുന്ന രോഗങ്ങൾ പോലും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അതിൻ്റെ കാഠിന്യം കുറയുവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ദിവസം പ്രാർത്ഥനയുടെ ദിവസമാക്കി മാറ്റി വലിയ പ്രതിസന്ധികൾ ഒഴിവാക്കി ആശുപത്രിയിൽ കിടക്കുകയൊന്നും വേണ്ട, ഒരു ട്രിപ്പൊക്കെ ഇട്ടിട്ട് തിരിച്ചു പോരാനുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തിട്ട് ആ കുഴപ്പമൊന്നുമില്ല, ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാം. എന്തായാലും ഇണയും തുണയുമായിട്ടിരിക്കുന്നവർ പരസ്പരം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും അതുപോലെ തന്നെ മക്കളും അവരുടെ ഇണകളും പ്രണയിതാക്കളും ഒക്കെ തമ്മിൽ ഒരു അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരാൾ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകളെ ഒഴിവാക്കുന്നതിനായി പ്രാർത്ഥനകൾ അനിവാര്യമാണ്. പ്രാർത്ഥനകൾ ചെയ്യുന്നതോടെ നല്ല ഫലം കിട്ടും. ഈ പ്രാർത്ഥനയ്ക്കായി സേനാനായികയായ 10 കൈകളിലും ആയുധങ്ങളേന്തിയ അമ്മയെ പ്രാർത്ഥിക്കുന്നതും ത്രിപുരസുന്ദരി ദേവിയെ അമ്മയായി പ്രാർത്ഥിച്ചുകൊണ്ട് ത്രിശതി 300 നാമങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ്. അതിൻ്റെ ഗുണവും ത്രിശക്തിയെ നമ എന്നും കൂടി പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കും. കാരണം ബുധൻ ഉച്ചസ്ഥനായതുകൊണ്ട് എന്ത് പ്രതിസന്ധിയെയും ഈസി ആയിട്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റും. കേതുവിൻ്റെ ആ ഒരു ഹേതുവില്ലാതെ കാരണങ്ങളൊന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, 7 നിൽക്കുന്ന രാഹു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ രാഹുകേതുക്കൾക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു അർച്ചനയും കൂടി നടത്തിയാൽ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. തുലാരാശി എന്ന് പറയുമ്പോൾ ഇനി തുലാരാശിക്കാരുടെ കാര്യം. തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന, അപ്പം കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും വരുന്ന കന്നിരാശിക്കാരുടെ കാര്യം. കന്നിരാശിക്കാർക്ക് അപ്രതീക്ഷിതമായി ആശുപത്രിവാസത്തിനുള്ള യോഗമുള്ളത് കൊണ്ട് ഇവർ പ്രത്യേകം ശനീശ്വരനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് കഴിയുമെങ്കിൽ അഘോര മന്ത്ര പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ അഘോര മന്ത്രമോ മൃത്യുഞ്ജയ മന്ത്രം അല്ലെങ്കിൽ പഞ്ചാക്ഷരം നമഃശിവായൊക്കെ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി തുലാരാശി എന്ന് പറയുന്നത് ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ 3 പാദവും വരുന്ന തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാരാശിക്കാർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള എന്തെങ്കിലും ശുഭകാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. വീടിൻ്റെ എന്തെങ്കിലും വീട് പണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ പ്ലാനുകൾ, ഒരു മുറി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയെടുത്ത് ഒരു വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങാനോ ഒക്കെ ആയിട്ട് വീടിനെ ഒരു 2 രീതിയിൽ താമസിക്കാനുള്ളൊരു സ്ഥലവും മറ്റേത് ഒരു വരുമാനത്തിനുള്ള ഒരു മാർഗമാക്കി തീർക്കുവാനുള്ള ഒരു വഴി കണ്ടെത്തും. അതിനായി അല്പം പണം ചിലവഴിക്കുവാനുള്ള ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി വയ്ക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ കുടുംബയോഗങ്ങൾ കൂടുക, കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടി ചേർന്നിരുന്നു കൊണ്ട് ഈ ഒരു വർഷം എങ്ങനെയൊക്കെ ആയിരിക്കണം, നവരാത്രി മാത്രമല്ല മറ്റ് പിറന്നാളുകളോ ഇപ്പം മുതിർന്നവരുടെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നതും, ക്ഷേത്രത്തിൽ ഇപ്പം തുലാമാസത്തിൽ ആയില്യം എങ്ങനെ ആഘോഷിക്കണമെന്നൊക്കെയുള്ള അല്ലെങ്കിൽ വഴിപാടുകൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിന് എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്ത് നവരാത്രി ദിവസം എല്ലാവരും ഇങ്ങനെ ഒത്തുചേരണമെന്നൊക്കെ ഒരു പ്ലാനിങ് തയ്യാറാക്കുക.
ഉണ്ടാക്കുന്നതിനും പറ്റിയ ദിവസമാണ് 5/10/2024. തുലാരാശിക്കാർക്ക് അപ്രതീക്ഷിത ധനഭാഗ്യമുണ്ട്. അപ്പോൾ ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഭരണങ്ങളൊക്കെ ഒന്ന് മാറ്റി മേടിക്കാനുള്ള ഒരു വഴിയുണ്ടെങ്കിൽ 2 ദിവസം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും അപ്രതീക്ഷിത ധനഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നു. ആ ഫലം അനുഭവത്തിൽ വരുന്നതിനായിട്ട് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ചന്ദ്രഘണ്ഠാ ദേവിയെ ഓം ത്രിശക്തിയെ നമഃ എന്നുകൂടി പ്രാർത്ഥിച്ച അമ്മയുടെ ധ്യാന ശ്ലോകം ചൊല്ലി അനുഗ്രഹം മേടിക്കുന്നത് വളരെ നന്നായിരിക്കും. മഹാലക്ഷ്മി അഷ്ടകം കൂടി ജപിച്ച അപ്പത്തിന് നെയ്യ് ഏറുന്നത് പോലെ ഫലം ഏറുക തന്നെ ചെയ്യും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക രാശി എന്ന് പറയുന്നത് വൃശ്ചിക രാശി എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും വരുന്ന 2.25 നക്ഷത്രം. ഈ 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആരോഗ്യസ്ഥിതിയിൽ ഒരു തളർച്ചയോ ക്ഷീണമോ ഇപ്പം ഇരിക്കുന്ന ഇരിപ്പിൽ കാലൊക്കെ ഒന്ന് കുഴഞ്ഞു പോകാൻ, ഒന്ന് തട്ടി വീഴാൻ, കുടുംബത്തിൽ എന്തെങ്കിലും അനാരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കന്നിരാശിക്കാരെ പോലെ ഇവർക്കുമുണ്ട്. പക്ഷെ ഇവരിൽ മുതിർന്ന അംഗത്തിനായിരിക്കും ചിലപ്പോൾ അസ്വാസ്ഥ്യം വന്നു ചേരുന്നത്. അതിൽ നിന്ന് ഒന്ന് പിടിച്ച് കയറ്റി വരുവാനായിട്ട് അല്പസ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അപ്പം മാർഗസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും മഹാദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. 4ാമടുത്ത് നിൽക്കുന്ന ശനി കുടുംബത്തിൽ തന്നെ വീഴ്ചകളും ക്ഷതങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതിനും ഗണപതിക്ക് ഒരു നാളികേരം മുടച്ച് പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ നന്നായിരിക്കും. വീഴ്ചകളും ക്ഷതങ്ങളും ഒക്കെ ഒഴിവാക്കി ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്വസ്ഥവും സമാധാനമായ ഒരു രീതിയിൽ പ്രാർത്ഥനയിലൂടെ ദോഷങ്ങളൊക്കെ മാറി ജീവിച്ച് ചന്ദ്രഘണ്ഠാദേവിയുടെ അനുഗ്രഹത്തോടുകൂടി കുടുംബ സൗഖ്യം വരുത്തുന്നതിനായി അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കൂ. ഭദ്രകാളി അമ്മയ്ക്ക് ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഈ ശത്രുദോഷങ്ങൾ കൊണ്ട് വീഴ്ചയോ തളർച്ചയോ ആലസ്യമോ ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ മാറ്റുന്നതിനും സാധിക്കും. അമ്മയുടെ അനുഗ്രഹം ഓം ത്രിശക്തിയെ നമഃ എന്ന ജപം എല്ലാം ആരോഗ്യം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ഇനി നമുക്ക് ധനുരാശി എന്ന് പറയുന്നത് ധനുമൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഇവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര കമ്മിറ്റികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റികളിൽ സ്ഥാനത്തിരുന്നു കൊണ്ട് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വഴികാട്ടിയായി എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ വീതിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിൽ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും അവർക്ക് അനുമോദനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ സർഗശക്തിയെ വളർത്താൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. പൊതുവെ നോക്കിയാൽ കുറേ കാലമായി കഷ്ടതകൾ അനുഭവിച്ചിരുന്ന ഇവർക്ക് ഒരു സുവർണ ദിവനം ആയി മാറും. ഈ 5/10/2024 അപ്രതീക്ഷിത ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ത്രിശക്തിയായ ഓം ത്രിമൂർത്തികളെ ഭജിച്ചുകൊണ്ട് ചന്ദ്രഘണ്ഠാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ത്രിശക്തിയെ നമഃ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഗണപതി ഭഗവാനെ നാളികേരമൊക്കെ ഉടച്ച് അനുകൂലമായി കിട്ടാനുള്ള ആ യോഗങ്ങൾ മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ശനിയുടെ അവസാന പാദത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ട്. ആ ആനുകൂല്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ കൃഷി രംഗത്ത് പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു വിത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്യുവാനായിട്ട് ഇവർക്ക് സാധിക്കും. ഇവർ സഞ്ചാരികളാണ്. അപ്പോൾ പലയിടത്തുനിന്ന് കിട്ടിയ അറിവുകൾ തേടിപ്പിടിച്ച് പുതിയ രീതിയിൽ എന്തെങ്കിലും ഒരു തന്ത്രം ഉണ്ടാക്കി അതിൽ അത് വിജയിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ
കൂടുതൽ മാതൃസ്ഥാനത്ത് നിന്നും എന്തെങ്കിലും അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുക. അമ്മ വീട്ടിൽ നിന്നോ അമ്മയുടെ കുടുംബക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും പിതൃസ്വത്തിനോടൊപ്പം തന്നെ മാതൃസ്വത്തിനെ കുറിച്ചുള്ള ഒരു അനുഗ്രഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശുഭമായ തീരുമാനങ്ങളോ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മാതാവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒന്നും ദുർഗായെ നമഃ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഞ്ജനേയ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കൂ. എല്ലാ തടസ്സങ്ങളും മാറി സമ്പത്ത് വന്നു ചേരുവാനും ചന്ദ്രകണ്ഠാദേവിയുടെ അനുഗ്രഹത്തോടുകൂടി ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ശുഭദിനമായി തീരുവാൻ സാധിക്കും. മകരം രാശിയെക്കുറിച്ചാണ് പറയുന്നത്. മകരം രാശിക്കാരുടെ 5-ലെ വ്യാഴം എല്ലാ ശുഭത്വവും തരുമെന്ന് പറഞ്ഞല്ലോ. ആ നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്നവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശുഭമായ കാര്യങ്ങളാണ് വന്നു ചേരുന്നത്. ആ ശുഭത്വം നിലനിൽക്കുവാൻ ക്ഷേത്രത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക, അന്നദാനം ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. തിരുവോണ ഊട്ടൊക്കെ നടത്താൻ സാഹചര്യമുണ്ടെങ്കിൽ വിജയദശമി നാളിൽ അതൊക്കെ ചെയ്യുവാൻ പറ്റുന്നവർ അതുകൂടി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതിനു വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ ചീട്ടെടുക്കുകയോ അന്നദാന ഫണ്ടിലേക്ക് അല്പം പൈസ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇനി നമുക്ക് കുംഭം രാശിയാണ്. കുംഭൻ രാശി എന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ അവസാന 2 പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യ 3 പാദങ്ങളും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി ആയതുകൊണ്ട് കുറച്ച് ടെൻഷൻ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ ഒഴിവാക്കുന്നതിന് ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് എപ്പോഴും ഒരു കവചം പോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയോ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നവരാത്രിയുടെ ഭാഗമായി ഈ സാമ്പത്തികത്തിൻ്റെ ആരെങ്കിലുമൊക്കെ കടം നമ്മൾ കൊടുക്കാനുള്ളവർ അല്ലെങ്കിൽ വീടിൻ്റെ പണം അടയ്ക്കാതിരുന്നതിൻ്റെയൊക്കെ എന്തെങ്കിലും ഇപ്പം ഒരു ജപ്തിയുടേതായ ഒരു നോട്ടീസ് വരാനുള്ള സാഹചര്യങ്ങൾ ഏതെങ്കിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഏതെങ്കിലും ഒരു കെണി നമ്മൾക്കൊരു അന്വേഷണമോ ഒരു എൻക്വയറിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഗണപതി ഭഗവാൻ ഒരു നാളികേരമിടച്ച് ആ തടസ്സങ്ങളൊക്കെ മാറ്റി കേസ് വഴക്കുകളൊന്നും വരാതിരിക്കാൻ, ഒരു പെറ്റി കേസ് പോലും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ചന്ദ്രകണ്ഠാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമിയെയും വിഷ്ണുമായ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നതും ജന്മശനിയുടെ തീവ്രത കുറയ്ക്കുന്നതിന് സഹായകമാകും. ശനിയാഴ്ച ആയതുകൊണ്ട് കരിനീല വസ്ത്രമോ നീല വസ്ത്രമൊക്കെ ധരിക്കാം, നെയ്വിളക്ക് കത്തിക്കാം. മനസ്സിനിണങ്ങുന്ന രീതിയിൽ നാമജപം ചെയ്യുന്നതോടൊപ്പം തന്നെ ഓം ത്രിശക്തിയെ നമഃ എന്ന് പ്രാർത്ഥിക്കുന്നത് കൂടി നന്നായിരിക്കും. ഇനി നമുക്ക് മീനം രാശി എന്ന് പറയുമ്പോൾ മീനം രാശിക്കാര് പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഇണയ്ക്കോ തുണയ്ക്കോ ഒക്കെ എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. മാത്രവുമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റാതിരിക്കുക, എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ ഒരു കാര്യത്തിൽ ഒരു അല്പം അശ്രദ്ധയും കൂടിയാണ്. ഈ പേഴ്സ് മറന്നു വെച്ച് പോവുക, അല്ലെങ്കിൽ എവിടെയോ വച്ചതെന്ന് ഓർമ്മയില്ലാതെ എൻ്റെ പേഴ്സ് കണ്ടോ അല്ലെങ്കിൽ പൈസ നഷ്ടമായി പോയോ അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെടാനൊക്കെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കുന്നതിനായി ആദ്യം തന്നെ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വച്ചത സാധനങ്ങളൊക്കെ ഒരു മിനിറ്റ് ഒന്ന് ധ്യാനിച്ചിട്ട് ഒന്നിറങ്ങുക. ഭഗവതിയെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ, വ്യാഴത്തെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ രാശിനാഥനായ വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളാൽ തന്നെയോ അല്ലെങ്കിൽ സഹോദരങ്ങളാൽ തന്നെയോ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായ പ്രശ്നത്തിൻ്റെ പേരിലൊന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ ആ ഒരു കലിപ്പിൽ ഇറങ്ങിപ്പോയത് കൊണ്ട് പേഴ്സ് എവിടെ വെച്ചൊന്നും കണ്ടില്ല. ശരിക്കും പോക്കറ്റിൽ ഇട്ടു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോൾ താഴെ വീണ് പോകാനും നഷ്ടം വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ധനനഷ്ടം വരുമ്പോൾ ഒരിക്കൽ ധനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് കുറച്ച് ആ പൈസ വീണ്ടെടുക്കുന്നത് മാത്രമല്ല ഒരു അശ്രദ്ധ പോലെയായി വരും. അതുകൊണ്ട്
തീർച്ചയായിട്ടും സാമ്പത്തിക നഷ്ടമാണെങ്കിലും സ്വർണ്ണ നഷ്ടമാണെങ്കിലും നഷ്ടങ്ങൾ എപ്പോഴും എന്ത് തരത്തിലുള്ള നഷ്ടവും നഷ്ടം തന്നെയാണ്. അപ്പം നഷ്ടം വരാതിരിക്കാനുള്ള കവചം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ത്രിശക്തി ദേവിയായ വേദാത്മികയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഓം ഹ്രീം നമ എന്ന് പ്രഥമയിൽ ശൈലപുത്രിയെ പ്രാർത്ഥിച്ചു. മൂന്നാം ദിവസമായ തൃതീയ നാളിൽ ശനിയാഴ്ച ആയതുകൊണ്ട് ചാരനിറത്തിലോ നീല നിറത്തിലോ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് അമ്മയുടെ ത്രിശക്തി ഭാവത്തെ ഓം ത്രിശക്തിയേ നമ, ഓം ത്രിശക്തിയേ നമ, ഓം ത്രിശക്തിയേ നമ എന്ന് പ്രാർത്ഥിച്ച് നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കി എന്തെങ്കിലും ഗുണഫലങ്ങൾ വന്നു ചേരുവാൻ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ആയുർദായകനായ എല്ലാം നമുക്ക് നന്മകൾ തരുന്ന വ്യാഴത്തിൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്തെങ്കിലും ഭക്ഷണം, ഒരു പൊതി ഭക്ഷണം ആർക്കെങ്കിലും ദാനമായി കൊടുക്കുകയോ ഒരു വസ്ത്രം ദാനം ചെയ്യുകയോ ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന ആപത്തുകളെല്ലാം തടയപ്പെടും. പൊതുവെ എല്ലാവർക്കും 27 നക്ഷത്രക്കാർക്കും നവരാത്രിയുടെ 3-ാം ദിവസമായ ചന്ദ്രഘണ്ഠാത അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം ത്രിശക്തിയേ നമ. എല്ലാവർക്കും സർവമംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.